ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കറിവേപ്പാണ് ഇത്. ഇതിൽ വരുന്ന ഒരു പ്രശ്നം കണ്ടോ, ഇതിങ്ങനെ ഇല കരിഞ്ഞ് പോലെ ഇങ്ങനെ വന്നിട്ട് ഇല ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു കണ്ടോ, നിറച്ചുണ്ട് അങ്ങനെ, ഇതെല്ലാം ഇങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധി എന്ന് വെച്ചാൽ നമ്മുടെ ഈ കരിച്ചിൽ വന്നേക്കുന്ന ഈ ഇലകളുടെ ഈ അടിഭാഗത്ത് വെച്ചിട്ട് ഈ കമ്പുകളെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കേട്ടോ. ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്യുക. എല്ലാം ഈ ഇങ്ങനെ വന്നേക്കുന്ന എല്ലാ ഇലകളല്ല, ആ കമ്പുകളോട് കൂടി നമ്മളങ്ങോട്ട് മുറിച്ച് മാറ്റി കളയുക കേട്ടോ. അപ്പോൾ നമുക്ക് കറിവേപ്പ് നമുക്ക് കയ്യെത്തും ദൂരത്ത് നമുക്ക് ഇലകൾ എടുക്കാനും പറ്റും. ഇതുപോലെയുള്ള രോഗങ്ങൾ മാറി നമുക്ക് പുതിയ ഇലകൾ വരികയും ചെയ്യും കേട്ടോ. ഇതിനെ മുറിച്ച് കളഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ ഒന്നുകിൽ നന്നായിട്ട് പുളിച്ച കഞ്ഞി വെള്ളത്തിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് തളിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കടഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് പുളിച്ച തൈര് വെള്ളത്തിലിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നല്ല ലൂസാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് തളിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പുതിയ ഇലകൾ വന്നിട്ടുണ്ട്. അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ കറിവേപ്പ് വീണ്ടും നല്ല ഭംഗിയായിട്ട് നല്ല പുതിയ ഇലകളും നല്ല പച്ചപ്പുള്ള ഇലകളും ഒക്കെ ആയിട്ട് നമുക്ക് ഒത്തിരി പൊങ്ങിപ്പോവാതെ നമുക്ക് കയ്യെത്തും ദൂരത്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ ഈ പ്രശ്നങ്ങൾ മാറി നമുക്ക് പുതിയ ഇലകൾ വരികയും ചെയ്യും കേട്ടോ.